ഹായ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തന്നിരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. എല്ലാവരും ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നോക്കാം നിങ്ങൾക്ക് കിട്ടിയ ആൻസറൊക്കെ ശരിയാണോ. കറക്റ്റായിട്ട് ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്തവർക്ക് ഉറപ്പായിട്ടും ശരി ഉത്തരം കിട്ടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും നോക്കാം എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷനും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് എൻ്റെ ആൻസറിലേക്ക് പോവുകയാണ്. അപ്പോൾ നോക്കാം ഇതെന്താ ഇവിടെ ക്വസ്റ്റ്യന് പറയുന്നതെന്ന്. എ മാൻ കവേർഡ് എ ഡിസ്റ്റൻസ് ഓഫ് 50 കിലോമീറ്റർ ഇൻ 5 hours. അപ്പം ഒരു 50 കിലോമീറ്റർ ഡിസ്റ്റൻസ് 5 hours അയാൾ സഞ്ചരിച്ചു എന്നല്ലേ പറയുന്നത്. എങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താ? നമ്മൾ ടൈം സ്പീഡൊക്കെ പഠിച്ചാണ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഒക്കെ. സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. അപ്പോൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എടുത്താൽ മതി. അതൊക്കെ നമുക്കറിയാം. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 50 കിലോമീറ്റർ ആയിരുന്നു. ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം 5. എന്നുവെച്ചാൽ ആവറേജ് സ്പീഡ് നമുക്ക് എത്ര കിട്ടും? 10 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇയാൾ ഈ 50 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി അയാൾക്ക് ആവറേജ് 1 മണിക്കൂറിൽ 10 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വന്നു. അപ്പോൾ 1 മണിക്കൂറിൽ 10 വെച്ച് 5 മണിക്കൂർ കൊണ്ട് അയാൾ എന്ത് സഞ്ചരിച്ചു? 50 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിന്റെ കൺസെപ്റ്റ് ഒക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ അയാളുടെ ആവറേജ് സ്പീഡ് നമുക്ക് കിട്ടി. എന്തായിരുന്നു? ഈ മൊത്തം ജേണിയുടെ ടോട്ടൽ ജേണിയുടെ ആവറേജ് സ്പീഡ് നമുക്ക് എത്ര കിട്ടി? 10 കിലോമീറ്റർ പെർ അവർ കിട്ടി. ഇത് എന്തിനാണ് ഇങ്ങനെ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ, നമുക്കൊരു അലിഗേഷൻ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ചെറിയ ക്വാണ്ടിറ്റി വേണം, ഒരു വലിയ ക്വാണ്ടിറ്റി വേണം. അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടുള്ള ഒരു മീൻ ക്വാണ്ടിറ്റിയും വേണം. എങ്കിൽ ഇവിടെ ആ ക്വാണ്ടിറ്റി ഉണ്ടോ നോക്കിയേ. ഇവിടെയാണെങ്കിൽ ബസ്സിൽ പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ ബസ്സിന്റെ സ്പീഡ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 12 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു ബസ്സിന്റെ. ഇനി അയാൾ ബൈ ഫൂട്ടിൽ പോകുന്നു എന്ന് പറയുന്നു. ഫൂട്ടിലാണെങ്കിലോ 7 കിലോമീറ്റർ പെർ അവർ. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നത്? രണ്ടും കൂടി ചേർന്നിട്ടുള്ള വാല്യൂ എടുത്തത്. നോക്കി, നമുക്കൊരു വലിയ ക്വാണ്ടിറ്റി ഉണ്ട്, ഒരു ചെറിയ ക്വാണ്ടിറ്റി ഉണ്ട്. അതായത് ഒരു 12 കിലോമീറ്റർ പെർ അവർ ഉണ്ട്, ഒരു 7 കിലോമീറ്റർ പെർ അവർ ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടല്ലേ ഈ മൊത്തം ഡിസ്റ്റൻസ് അയാൾ കവർ ചെയ്തത്. അപ്പോൾ അത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള അതിന്റെ ഒരു ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ ഇതിന്റെ ആവറേജ് എടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് പറഞ്ഞു ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് അയാൾ 50 കിലോമീറ്റർ 5 മണിക്കൂറോട് സഞ്ചരിച്ചത്. എങ്കിൽ അതിന്റെ ആവറേജ് സ്പീഡ് നമുക്ക് കിട്ടി. നമ്മൾ കണ്ടുപിടിച്ചു. എത്രയായിരുന്നു? 10 കിലോമീറ്റർ പെർ അവർ. അതെങ്ങനെ കിട്ടി? 50 കിലോമീറ്റർ 5 മണിക്കൂറിന് ഉറപ്പായിട്ട് ആവറേജ് എന്തായിരിക്കും? 10 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. ആ 10 കിലോമീറ്റർ പെർ അവർ എഴുതി. ഇപ്പം നോക്കി, നമുക്ക് ചെറുതായി വലുതായി ആവറേജ് മീൻ ക്വാണ്ടിറ്റി ആയി. ഇത് മതി നമുക്ക് എന്ത് ചെയ്യാൻ? അലിഗേഷൻ ചെയ്യാം. അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമുക്കൊരു വലിയ ക്വാണ്ടിറ്റി ഉണ്ട്, ഒരു ചെറിയ ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പം അത് രണ്ടും കൂടി ചേർന്നിട്ട് ഈ രണ്ട് വാല്യൂവിന് ഇടയിൽ വരുന്ന ഒരു മീൻ ക്വാണ്ടിറ്റിയും കിട്ടി. എങ്കിൽ അലിഗേഷൻ ചെയ്യുന്നു. 12 - 10 എത്ര കിട്ടി? 2 കിട്ടി. 10 - 7 എത്ര കിട്ടി? 3 കിട്ടി. 3:2 കിട്ടി. ഇവിടെയാണ് കുറച്ച് പേർക്ക് തെറ്റിപ്പോകുന്നത്. ഈ 3:2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കിലോമീറ്ററിന്റെ റേഷ്യോ ആണോ അതോ ടൈമിന്റെ റേഷ്യോ ആണോ? എന്തിന്റെ റേഷ്യോ ആണ്? ശ്രദ്ധിക്കുക, നമ്മൾ ഇൻപുട്ട് എന്താണോ കൊടുക്കുന്നത്, എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിന്റെ ഇൻവേഴ്സ് റേഷ്യോയിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് റേഷ്യോ കിട്ടുന്നത്. ഇവിടെ കിലോമീറ്റർ പെർ അവർ ആയിരുന്നു. കിലോമീറ്റർ പെർ അവർ ആയിരുന്നു. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്താ കിടക്കുന്ന? അവർ അല്ലേ. എങ്കിൽ അവറിന്റെ റേഷ്യോയിലായിരിക്കും, അതായത് ടൈമിന്റെ റേഷ്യോയിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ റേഷ്യോ കിട്ടുന്നത്. അല്ലാതെ മൊത്തം 50 കിലോമീറ്റർ 3:2 സഞ്ചരിച്ചു, അങ്ങനെ ബസ്സിൽ 30 കിലോമീറ്റർ സഞ്ചരിച്ചു ചെയ്താൽ തെറ്റാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാനിത് ഹോംവർക്കായിട്ട് തന്നത്. കാരണം അങ്ങനെ കൺസെപ്റ്റ് വെക്കരുത്. നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിന്റെ ഇൻവേഴ്സ് റേഷ്യോയിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ഇവിടെ റേഷ്യോ കിട്ടുന്നത്. അപ്പം ടൈമിന്റെ റേഷ്യോ നമുക്ക് കിട്ടി 3:2. എന്താ ഈ 3:2 എന്ന് വെച്ചാൽ മൊത്തം ടൈമിനെ 5 ഭാഗിച്ചാൽ അതിൽ 3 റേഷ്യോയിലുള്ള ടൈം അയാൾ എന്ത് ചെയ്തു? ബസ്സിൽ പോയി. ബാക്കി 2 റേഷ്യോയിലുള്ള ടൈം അയാൾ എന്ത് ചെയ്തു? നടന്നു പോയി. എങ്കിൽ നമുക്ക് നോക്കാം എന്താ നമുക്ക് കണ്ടുപിടിക്കുന്നത്? ബസ്സിലുള്ള ഡിസ്റ്റൻസ് അല്ലേ, ബസ്സിന്റെ ഡിസ്റ്റൻസ് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം ടൈം ഓഫ് ബസ്. ബസ്സിൽ സഞ്ചരിച്ച ടൈം എത്രയായിരുന്നു? ടോട്ടൽ ടൈം 5 മണിക്കൂറായിരുന്നു. ആ മൊത്തം 5 മണിക്കൂറിനെ 5 ഭാഗിച്ചാൽ അതിൽ 3 ടൈമാണ് അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക? ബസ്സിൽ സഞ്ചരിച്ചിട്ടുണ്ടാവുക. എങ്കിൽ എത്ര മണിക്കൂർ അയാൾ ബസ്സിൽ സഞ്ചരിച്ചു? 3 മണിക്കൂർ ബസ്സിൽ സഞ്ചരിച്ചു. ഈ ഒരു പാത്ത് തന്നെ ചെയ്യണം. അയാൾ മൊത്തം ബസ്സിൽ എത്ര മണിക്കൂർ സഞ്ചരിച്ചിട്ടുണ്ട്? 3 മണിക്കൂറിൽ. അത് കണക്ക് ഫൂട്ടിലാണെങ്കിൽ ഉറപ്പായിട്ട് എത്രയായിരിക്കും? 2 മണിക്കൂറിലായിരിക്കും ബൈ ഫൂട്ട് സഞ്ചരിച്ചിട്ടുണ്ടാവുക. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബസ്സിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നല്ല ക്വസ്റ്റ്യൻ, ബസ്സിൽ എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു എന്നല്ലേ. എങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താണ് അതിന്റെ മെത്തേഡ്? നമുക്കറിയാം ബസ്സിന്റെ സ്പീഡ് എത്രയാണ്? 12 കിലോമീറ്റർ പെർ അവർ. നമുക്ക് ഇക്വേഷനൊക്കെ അറിയാമെങ്കിലും അപ്പൊ 12 കിലോമീറ്റർ ആണ് അയാൾ 1 മണിക്കൂറിൽ സഞ്ചരിക്കുന്നത് അല്ലെ. 12 കിലോമീറ്റർ പെർ അവർ എങ്കിൽ 3 മണിക്കൂറിലോ? 1 മണിക്കൂറിൽ 12 എങ്കിൽ 3 മണിക്കൂറിലോ? 3 × 12 36 കിലോമീറ്റർ. അതാണ് ബസ്സിൽ സഞ്ചരിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ, ഡിസ്റ്റൻസിൽ സ്പീഡ് ഇൻറ്റു ടൈം ഒക്കെ ചെയ്താലും മതി.
സ്പീഡിൻ്റെ ടൈം. 36 കിലോമീറ്റർ ആണ് എന്ത് ചെയ്തത്, അയാൾ എന്തിൽ സഞ്ചരിച്ചിട്ടുണ്ടാവുക, ഈ പറയുന്ന ബസ്സിൽ സഞ്ചരിച്ചിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ആൻസർ. എങ്കിൽ ബാക്കിയുള്ള 2 മണിക്കൂർ അയാൾ എന്ത് ചെയ്തു, ബൈ ഫുട്ടിൽ സഞ്ചരിച്ചു. അപ്പൊ 2 മണിക്കൂർ അയാൾ ഫുട്ടിൽ സഞ്ചരിച്ചു. അയാൾ 1 മണിക്കൂറിൽ 7 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പൊ 2 മണിക്കൂറിലോ 2 × 7 14 കിലോമീറ്റർ സഞ്ചരിക്കും. ബൈ ഫുട്ടിൽ അയാൾ 14 കിലോമീറ്റർ. ഈ 36 + 14 ആണ് അയാൾ ടോട്ടൽ എത്രയാക്കിയത്, 50 കിലോമീറ്റർ. ഞാൻ എപ്പോഴും ആൻസർ കണ്ടുപിടിച്ചിട്ട് എൻ്റെ കൺസെപ്റ്റ് മൊത്തം എന്താണ് സംഭവിച്ചതെന്ന് കൂടെ പറയുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 36 കിലോമീറ്റർ അയാൾ എന്ത് ചെയ്തു, തുടക്കത്തിൽ നിന്നൊരു 36 കിലോമീറ്റർ അയാൾ ബസ്സിൽ സഞ്ചരിച്ചു. അത് കഴിഞ്ഞ് ബാക്കി എത്ര കിലോമീറ്റർ, ഒരു 14 കിലോമീറ്റർ അയാൾ എന്ത് ചെയ്തു, ബൈ ഫുട്ടിൽ സഞ്ചരിച്ചു. ആ ബൈ ഫുട്ടിൽ സഞ്ചരിക്കാൻ 7 km/h ആയിരുന്നു, അതിന് 2 മണിക്കൂർ വേണ്ടി വന്നു. ഈ ബസ്സിൽ സഞ്ചരിക്കാൻ അയാൾക്ക് 3 മണിക്കൂർ വേണ്ടി വന്നു. അങ്ങനെ മൊത്തത്തിൽ എത്ര മണിക്കൂർ വേണ്ടി വന്നു, 5 മണിക്കൂർ വേണ്ടി വന്നു. ടോട്ടൽ 50 കിലോമീറ്റർ 36 14 എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇതാണ് നടക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എത്ര കിട്ടി, അതിന്റെ ആൻസർ ചോദിക്കുകയാണെങ്കിൽ 36 കിലോമീറ്റർ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. കാരണം ബസ്സിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. ബസ്സിന്റെ ഡിസ്റ്റൻസ് എത്ര കിട്ടും, 36 എന്ന് കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി ഇവിടെ കിട്ടുന്ന റേഷ്യോ ഡിസ്റ്റൻസിന്റെ അല്ല, എന്താണ് ഇൻപുട്ട് കൊടുക്കുന്നത്, ഇൻവേഴ്സ് ടൈമിന്റെ ആണ്. ആ ടൈം കൺവേർട്ട് ചെയ്തിട്ട് വേണം പിന്നെ അവസാനം എന്താക്കാൻ, ഡിസ്റ്റൻസ് ആക്കാൻ. അല്ല നമുക്ക് ഡിസ്റ്റൻസ് ആണല്ലോ ആൻസർ, ഡയറക്റ്റ് ആയിട്ട് കിട്ടി എന്ന് വിചാരിക്കരുത്. കാരണം ആ ഒരു തെറ്റ് വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം, എന്താണ് കിട്ടുന്നത് നോക്കാം. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. എ മിക്സ്ചർ കണ്ടെയ്നിങ് 88% of sulfur, another mixture containing 70% of sulfur. In order to get 84% of sulfur, in what ratio these two mixtures be mixed? ഒരു സാധാ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ പേഴ്സൻറ്റേജ് കണ്ടിട്ട് നമ്മളിങ്ങനെ കൺഫ്യൂഷൻ ആവുകയൊന്നും വേണ്ട. നമുക്കിപ്പോൾ അലിഗേഷൻ മിക്സ്ചറിന്റെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയേ, എൻ്റെ ഒരു കയ്യിൽ എ എന്ന് പറഞ്ഞ ക്യാനിൽ 88% ഉണ്ട്, നമ്മൾ 88 എന്ന് എഴുതാൽ മതി. ബി എന്ന് പറയുന്നതിനകത്ത് എത്രയുണ്ട്, 70% ഉണ്ട്. എങ്കിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടണം, 84 കിട്ടണം. നോക്കിയേ, ഇത് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 84. ഈ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ 2 വാല്യൂന്റെ ഇടയിൽ വരുന്ന വാല്യാണ്. ജസ്റ്റ് അലിഗേഷൻ ചെയ്താൽ മതി. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇടയ്ക്ക് ഇട്ടതാണ്. വാട്ട് റേഷ്യോ ദീസ് ടു മിക്സ്ചേഴ്സ് ബി മിക്സ്ഡ്, ജസ്റ്റ് കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്ത്, നമ്മുടെ റേഷ്യോ എത്ര കിട്ടും, 70 84. 14 എന്ന് കിട്ടും, 88 84 4 എന്ന് കിട്ടും. ആൻസർ എത്ര കിട്ടും, 7:2 എന്ന് കിട്ടും. ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം, ഒരു 7:2 റേഷ്യോയിൽ മിക്സ് ചെയ്താൽ ഉറപ്പായിട്ട് ഇതിന്റെ മിക്സ്ഡ് റേഷ്യോ എത്ര കിട്ടും, 84 എന്ന് കിട്ടും. അപ്പൊ അത്രയും സിമ്പിൾ ആണ് ഈ അലിഗേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതെന്താ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വാട്ട് റേഷ്യോ വാട്ടർ ബി മിക്സ്ഡ് വിത്ത് ജ്യൂസ് കോസ്റ്റിംഗ് 12 per liter ടു ഒബ്റ്റെയിൻ എ മിക്സ്ചർ വർത്ത് 8 per liter. ക്വസ്റ്റ്യൻ വായിക്കാൻ നമുക്കൊരു ഐഡിയ വരണം. എന്താണ് ഇവിടെ പറയുന്നത്, ഇൻ വാട്ട് റേഷ്യോ വാട്ടർ ബി മിക്സ്ഡ് വിത്ത് ജ്യൂസ് കോസ്റ്റിംഗ് 12 per liter ടു ഒബ്റ്റെയിൻ എ മിക്സ്ചർ വർത്ത് 8 per liter. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്റെ ജ്യൂസിന് ഇപ്പോൾ 12 രൂപയായിരുന്നു കോസ്റ്റ് ആയിക്കൊണ്ടിരുന്നത്. ഈ ജ്യൂസിനകത്ത് ഞാൻ എത്ര വാട്ടർ ആഡ് ചെയ്താൽ ഇതിന് നെറ്റ് വർത്ത് എത്രയാകണം, 8 per liter ആകണം. ഒരു 12 per liter ഉള്ള ജ്യൂസിനകത്തേക്ക് ഏത് റേഷ്യോയിൽ വാട്ടർ ആഡ് ചെയ്താൽ അതിന് നെറ്റ് വർത്ത് 8 per liter ആവും. അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എങ്കിലും നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്നത്. ഇവിടെ എങ്ങനെയാ ചെയ്യേണ്ടത് നോക്കിയേ. ഇവിടെ നമുക്ക് ജ്യൂസിന്റെ വാല്യൂ ഉണ്ട്, വാട്ടറിന്റെ വാല്യൂ ഉണ്ട്, പിന്നെ അത് നെറ്റ് വർത്ത് വരുന്ന വാല്യൂ ഉണ്ട്. അതായത് ഇവിടെ ജ്യൂസിന്റെ വില എത്രയാണ്, ജ്യൂസിന്റെ വില 12 per liter ആണ്. വാട്ടറിന്റെ വില നമ്മൾ രണ്ടെണ്ണല്ലേ മിക്സ് ചെയ്യുന്നത്, ജ്യൂസും വാട്ടറിന് റേഷ്യോ അല്ലേ വേണ്ടേ, എത്ര ജ്യൂസിന് എത്ര വാട്ടർ എന്നുള്ള റേഷ്യോ അല്ലേ വേണ്ടേ. അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോഴെന്തായിരിക്കണം, അതേ വാല്യൂ തന്നെ ആയിരിക്കണം. അല്ല ജ്യൂസിന് തന്നെ എടുക്കരുത്. നമുക്ക് ജ്യൂസ് ഇസ്റ്റ് വാട്ടറാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഒരു സൈഡ് ജ്യൂസ് എടുക്കുക, മറ്റേ സൈഡ് വാട്ടർ എടുക്കും. അപ്പോൾ ജ്യൂസിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു, 12 per liter ആയിരുന്നു. വാട്ടറിന്റെ കോസ്റ്റ് പ്രൈസ് നമുക്കറിയാം എത്രയായിരിക്കും, 0 ആയിരിക്കും. കാരണം പ്രത്യേകിച്ച് വാട്ടറിന് പൈസ ഒന്നുമില്ല. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റണം, 8 രൂപയ്ക്ക് വിൽക്കാൻ പറ്റണം. എങ്കിൽ ഇതായിരിക്കും വേറെ റേഷ്യോ എത്ര കിട്ടും, ഇവിടെ എത്ര 8 - 0 8. ഏതാണോ വലുത് അതിന് ചെറുതാൻ കുറച്ചാൽ മതി. 12 - 8 എത്ര കിട്ടും, 4. അതായത് 2:1 റേഷ്യോയിൽ മിക്സ് ചെയ്താൽ എന്ത് കിട്ടും, ഇതിന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടും, ഈ പറയുന്ന രീതിയിൽ തന്നെ കിട്ടും. നമുക്ക് നോക്കാം ഇത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യം. അതായത് എൻ്റെ കയ്യിൽ ജ്യൂസ് 12 per liter, എൻ്റെ ജ്യൂസ് ഒരു 12 രൂപയുടെ ജ്യൂസ് ഉണ്ടായിരുന്നു. അതിൽ എത്ര ലിറ്റർ വാട്ടർ ഒഴിച്ചാലാണ് എനിക്ക് അതിന് നെറ്റ് വർത്ത് 8 per liter ആവുന്നല്ലേ. എങ്കിൽ നമുക്ക് നോക്കാം ഇതിന് ആൻസർ എങ്ങനെ കിട്ടുമെന്ന്. എനിക്കറിയാം ഇത് ജ്യൂസിന്റെ റേഷ്യോ ആണ് 2. എനിക്ക് 1 ലിറ്റർ ജ്യൂസിന് എത്ര രൂപയായിരുന്നു കിട്ടുന്നത്, 12 രൂപയാണ് 1 ലിറ്റർ ജ്യൂസിന്. 1 ലിറ്റർ ജ്യൂസിന് എനിക്ക് 12 രൂപയായി. എങ്കിൽ ഞാൻ ഇവിടെ എത്ര എടുക്കണം, 2 ലിറ്റർ ജ്യൂസ് എടുക്കണം. 2 ലിറ്റർ ജ്യൂസ് എടുത്താൽ എനിക്ക് എത്ര രൂപ ചിലവാകും, 24 രൂപ ചിലവാകും. അതിനകത്തേക്ക് ഞാൻ
1 ലിറ്റർ എന്തൊഴിക്കുന്നു? വാട്ടർ ഒഴിക്കുന്നു. 1 ലിറ്റർ വാട്ടർ ഒഴിച്ചാൽ മൊത്തം എനിക്ക് എത്രയായി? 3 ലിറ്റർ ആയി. ഈ 2 ലിറ്റർ ജ്യൂസിന്റെ കൂടെ 1 ലിറ്റർ വാട്ടർ ഒഴിച്ചപ്പോൾ നെറ്റ് വർത്ത് എനിക്ക് എത്രയായി? 3 ലിറ്റർ ആയി. പക്ഷേ ഈ 3 ലിറ്ററിനും കൂടി എനിക്ക് എത്ര ചിലവാകുന്നുള്ളൂ? 24 രൂപ ചിലവാകുന്നുള്ളൂ. കാരണം എന്താ? 1 ലിറ്റർ വാട്ടറിന് പ്രത്യേകിച്ച് പൈസ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ 3 ലിറ്ററിന് എനിക്ക് എത്ര ചിലവാകുന്നു? 24 രൂപ ചിലവാകുന്നു. സ്വാഭാവികമായിട്ടും എന്റെ നെറ്റ് വർത്ത് എന്ന് വെച്ചാൽ 1 ലിറ്ററിന്റെ വില എന്ന് പറയുന്നത് എത്രയാ? ടോട്ടൽ റുപ്പീസ് ബൈ നമ്പർ. ഇവിടെ എത്രയാ? ലിറ്റർ ആയതുകൊണ്ട് 3, 24/3 എത്ര കിട്ടുന്നു? 8 റുപ്പീസ് പെർ ലിറ്റർ. അതായത് എന്റെ നെറ്റ് വർത്ത് എത്ര കിട്ടുന്നു? 8 രൂപ കിട്ടുന്നു. ഇത് അലിഗേഷൻ വെച്ച് ചെയ്യാൻ എളുപ്പമാണ്, എങ്കിലും അത് വെച്ച് ചെയ്തതുകൊണ്ട് എന്താണ് എന്റെ ആൻസർ എന്നുള്ള കൺസെപ്റ്റ് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതുകൊണ്ടാണ് ഇത് 2:1 വന്നത്. അങ്ങനെ 2:1 വന്നാൽ ലെഫ്റ്റ് സൈഡിലെ 2ഉം റൈറ്റ് സൈഡിലെ 1ഉം എടുത്താൽ ഉറപ്പായിട്ടും ആ മിക്സ്ചറിന്റെ നെറ്റ് വർത്ത് എന്തായിരിക്കും? ആ മീൻ വാല്യൂ കിടക്കുന്നത് തന്നെയായിരിക്കും. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് നോക്കാം, ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം എന്താ കിട്ടുന്നത് നോക്കാം. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്, ഇൻ വാട്ട്, ഈ പ്രൊപ്പോർഷൻ ഉദ്ദേശിക്കുന്ന റേഷ്യോ തന്നെയാണ്. പ്രൊപ്പോർഷൻ ക്വസ്റ്റ്യൻ തന്നാലും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, കാരണം നമുക്ക് പ്രൊപ്പോർഷന്റെ ഒരു എന്താ പറയാ ഒരു രീതി നമുക്കറിയാം. റേഷ്യോ പ്രൊപ്പോർഷൻ പഠിച്ചപ്പോൾ A:B C:D എന്ന് പറഞ്ഞ രീതിയിൽ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മിക്കവാറും ക്വസ്റ്റിനകത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പ്രൊപ്പോർഷൻ തരും. അത് കണ്ട് നിങ്ങൾ ഇത് ഓവർ കൺഫ്യൂഷൻ ആവണ്ട. അതുകൊണ്ടാണ് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായിരിക്കും ഇവിടെ പ്രൊപ്പോർഷൻ തരും, അത് നമ്മൾ റേഷ്യോ എന്നുള്ള കൺസെപ്റ്റിൽ അങ്ങ് എടുത്താൽ മതി. ഇൻ വാട്ട് പ്രൊപ്പോർഷൻ മസ്റ്റ് ഷുഗർ അറ്റ് പ്രൈസ് 4.1 per kilogram മസ്റ്റ് ബി മിക്സ്ഡ് വിത്ത് വീറ്റ് അറ്റ് 4.60 per kilogram. സോ ദ മിക്സ്ചർ മസ്റ്റ് ബി വർത്ത് അറ്റ് 4.3 per kilogram. അതായത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഒരു 4.10 per kilogram ഉള്ള ഒരു ഷുഗർ 4.60 per kilogram ഉള്ള വേറൊരു ഷുഗറുമായിട്ട് മിക്സ് ചെയ്താൽ, ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്താലായിരിക്കും അതിന് നെറ്റ് വർത്ത് എന്താവുന്നത്? 4.30 per kilogram ആവുന്നത്. ജസ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ത് ചെയ്യണം? അതിനകത്ത് ആകെ നമുക്ക് ഡെസിമൽ വാല്യൂ വരുന്നതാണ് പ്രശ്നം, അതായത് 4.10. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? ക്വസ്റ്റ്യൻ എടുക്കുമ്പോഴേ ഇതിന്റെ ഡെസിമൽ വാല്യൂ, 2 ഡെസിമൽ വാല്യൂ എല്ലായിടത്തും ഉള്ളത് അതങ്ങ് ഒഴിവാക്കാം. അതായത് ഇൻറ്റു 100 അങ്ങ് ചെയ്യാം. ഇപ്പൊ എത്രയും 410 കിട്ടും ഇവിടെ. അപ്പൊ ഹയർ വാല്യൂ എത്രയാ? 460 കിട്ടും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? ഒരു 430 കിട്ടണം. ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമാണ്. അതുപോലെ നമുക്ക് ഫ്രാക്ഷൻ വരുന്നതെല്ലാം എന്ത് ചെയ്യുക? കോമൺ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് നമുക്ക് എന്തായാലും റേഷ്യോ അല്ലേ വേണ്ടത്, എല്ലാത്തിലും ഒരേ കണക്കും ചെയ്താൽ മതി. അതൊരു എളുപ്പ വഴിയാണ്. എങ്ങനെ നോക്കിയാൽ 460/430 എത്ര കിട്ടും? 30 കിട്ടും. 430 - 410 എത്ര കിട്ടും? 20 കിട്ടും. റേഷ്യോ എത്ര കിട്ടും? 3:2 എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം? ഒരു 3:2 റേഷ്യോയിൽ മിക്സ് ചെയ്താൽ ഉറപ്പായിട്ട് ഇതിന്റെ റേഷ്യോ എന്തായിരിക്കും? ഈ 4.10 എന്നുള്ളതിന്റെ ഒരു 3 റേഷ്യോയും 4.60 എന്നുള്ളതിന്റെ ഒരു 2 റേഷ്യോ എടുത്ത് മിക്സ് ചെയ്താൽ ഉറപ്പായിട്ട് നെറ്റ് വർത്ത് എത്രയായിരിക്കും? 4.30 തന്നെ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇട്ടതേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ തരാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അസൈൻമെന്റ് ആയിട്ട് വെച്ചോ. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഇതിന്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. നിങ്ങൾ അതുവരെ ഇത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് നോക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ആൻസർ കിട്ടുമെന്ന് നോക്കുക. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 400 gram ഓഫ് സ്പിരിറ്റ് സൊല്യൂഷൻ ഹാസ് 30% ഓഫ് സ്പിരിറ്റ് ഇൻ ഇറ്റ്. ഒരു 400 gram സ്പിരിറ്റിനകത്ത് അതിന്റെ 30% എന്താണ്? സ്പിരിറ്റ് ആണ്. അപ്പം ബാക്കിയുള്ള എന്തായിരിക്കും? വാട്ടറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം വാട്ട് ഈസ് എ റേഷ്യോ സ്പിരിറ്റ് ഷുഡ് ബി ആഡഡ് ടു മേക്ക് 80% ഓഫ് ദി സൊല്യൂഷൻ. എങ്കിൽ എന്ത് റേഷ്യോയിൽ ഇതിനകത്ത് സ്പിരിറ്റ് ആഡ് ചെയ്താൽ, വാട്ട് റേഷ്യോ സ്പിരിറ്റ് ഷുഡ് ബി ആഡഡ് ടു മേക്ക് 80% ഓഫ് ദി സൊല്യൂഷൻ. അങ്ങനെ ആക്കിയതായിരിക്കും അതിന്റെ ആക്ച്വൽ എമൗണ്ട് ഒരു 80% കിട്ടുന്ന രീതിയിൽ കിട്ടണമെങ്കിൽ ഏത് രീതിയിൽ അതിനകത്ത് എന്ത് ചെയ്യണം? സ്പിരിറ്റ് ആഡ് ചെയ്യണം. ഇപ്പൊ ഇനിഷ്യലി എത്രയായിരുന്നു? 400 ഗ്രാമിനകത്ത് 30% ഉള്ളൂ. അതിൽ എത്ര റേഷ്യോയിൽ സ്പിരിറ്റ് ആഡ് ചെയ്താലായിരിക്കും ഇനി കിട്ടുന്ന റിസൾട്ടന്റ് സ്പിരിറ്റിനകത്ത് 80% എന്ത് കിട്ടേണ്ടത്? സ്പിരിറ്റ് കിട്ടേണ്ടത്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾ അലിഗേഷൻ തന്നെ വെച്ച് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ കൺസെപ്റ്റ് വെച്ച് ചെയ്താലും മതി. ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അലിഗേഷൻ മെത്തേഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അല്ലാതെ നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യാം. റേഷ്യോയുടെ കൺസെപ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്നു നോക്കി അതിൽ വെച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം. എന്തായാലും ഇതിന്റെ ആൻസർ ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുവരെ ശരിയെങ്കിൽ ബൈ.